ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് രണ്ട് പ്രൊമോയാണ് മെയിനായിട്ട് വന്നത്. ഒന്നുണ്ടെങ്കിൽ ഒരു ഗെയിം കളിക്കുന്നത്, അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരാൾ പുറത്താവുന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നതായിരുന്നു. രണ്ടാമത്തെ പ്രൊമോ എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് മോഹൻലാൽ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, നിങ്ങൾ പ്രൊപ്പോസ് ചെയ്യുന്നുള്ളൊരു കാര്യം കേട്ടല്ലോ അല്ലെങ്കിൽ കണ്ടല്ലോ എന്ന് എന്തോ സംഭവം എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അനീഷ് പറയുന്നുണ്ട് ഇതേ കണക്ക് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങ് പറഞ്ഞു പോയതാ ലാലേട്ടാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഇരിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 7-4 പേരൊക്കെ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് അറിയാതെ ഉണ്ടായിരുന്നു. അവരിത് കേട്ടപ്പോൾ കുറച്ച് അത്ഭുതം പോലൊക്കെ തോന്നി. അതുപോലെ തന്നെ മോഹൻലാൽ പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് എന്തോ സംഭവം ഇനി നടക്കാൻ പോകുന്നതെന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് അനുമോളുടെ മുഖം കാണുമ്പോഴത്തേക്ക് കുറച്ച് ചമ്മിയ രീതിയിലൊക്കെ ഇരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതേ സമയത്ത് മോഹൻലാൽ പറയുന്നുണ്ട് ഇനി ഗുരുവായൂരെങ്ങാണ്ടും എനിക്ക് വരേണ്ടി വരുമെന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത് കണക്ക് അനുമോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനോടായിരിക്കും കല്യാണം നടക്കുന്നത്. അങ്ങനെ കല്യാണം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗുരുവായൂർ വെച്ചായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഊഹിച്ചിട്ടാണ് ഇതേ കണക്ക് ഉണ്ടെങ്കിൽ മോഹൻലാൽ പറഞ്ഞത്. എന്തായിരുന്നാലും ശരി, അനുമോളും ഈ അനീഷും തമ്മിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, സംസാരിക്കുന്നുണ്ട്. എന്നാൽ പോലും അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.